നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വീഡനെ നടക്കി അരുംകൊല. ഒറേബ്രോ നഗരത്തിലെ പഠന കേന്ദ്രത്തിലുണ്ടായ വെടിവെപ്പ് ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്റ്റോക്ക്ഹോം നഗരത്തിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയാണ് ഒറേബ്രോ. 20 വയസ്സ് പിന്നിട്ടവരും കുടിയേറ്റക്കാരും പഠിക്കുന്ന ക്യാമ്പസിലാണ് വെടിവെപ്പ് ഉണ്ടായത്. ആക്രമിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ ഒറ്റയ്ക്കാണ് ആക്രമണം നടത്തിയത് എന്ന് കരുതുന്നതായി പോലീസ് പറയുന്നു. അതേസമയം ട്രംപിന്റെ ബർത്ത് ടൂറിസം ചർച്ചയാക്കുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഒന്നായിരുന്നു അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായി പൗരത്വം നൽകുന്നത് നിർത്തലാക്കുക എന്നത്. ഇതേ കാര്യം പ്രസിഡന്റായ ശേഷവും അദ്ദേഹം ആവർത്തിക്കുകയാണ് ഉണ്ടായത്. രാജ്യത്ത് ജനിക്കുന്ന കുഞ്ഞിന് മറ്റൊന്നും നോക്കാതെ പൗരത്വം നൽകുന്ന ലോകത്തെ ഏക രാജ്യമാണ് അമേരിക്ക എന്നതായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെ പൗരത്വമോ നിയമപ്രകാരമുള്ള കുടിയേറ്റക്കാരാണോ സ്ഥിര താമസക്കാരാണോ എന്നിങ്ങനെയുള്ള കാരണങ്ങളൊന്നും നോക്കാതെ പൗരത്വം നൽകുന്ന രാജ്യങ്ങളിൽ അമേരിക്കയുടെ അയൽക്കാരായ കാനഡയും മെക്സിക്കോയും വരെയുണ്ട്. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ അർജന്റീന, ബ്രസീൽ, ചിലി, പെറു തുടങ്ങി ഭൂരിഭാഗം രാജ്യങ്ങളും ജന്മാവകാശമായി പൗരത്വം വാഗ്ദാനം ചെയ്യുന്നുവെന്നതാണ് വാസ്തവം. ആഫ്രിക്കൻ രാജ്യങ്ങളായ ചാഡും അതുപോലെ തന്നെ ടാൻസാനിയയും ഇതേ രീതി പിന്തുടരുന്നവരാണ്. അതേസമയം യൂറോപ്പിലെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. കുഞ്ഞിന്റെ മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും പൗരത്വം ഉണ്ടെങ്കിൽ കുഞ്ഞിനും പൗരത്വം നൽകുന്ന രീതിയാണ് യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും. യൂറോപ്പിൽ ഒരു രാജ്യം പോലും ജന്മാവകാശമായി പൗരത്വം വാഗ്ദാനം ചെയ്യുന്നില്ല. അതേസമയം നിശ്ചിത കാലയളവിൽ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ആ രാജ്യത്ത് താമസിച്ചിട്ടില്ല എങ്കിൽ കുഞ്ഞിന് പൗരത്വം അവകാശപ്പെടാനുമാവും. ജർമ്മനി, ബെൽജിയം, അയർലൻഡ്, അതുപോലെ തന്നെ പോർച്ചുഗൽ, UK എന്നിവയാണ് ഈ രാജ്യങ്ങൾ. മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും രാജ്യത്തിന്റെ പൗരത്വം ഉണ്ടെങ്കിൽ കുഞ്ഞിന് പൗരത്വം നൽകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫ്രാൻസും അതുപോലെ തന്നെ ലക്സംബർഗും നെതർലാൻഡ്സും പോർച്ചുഗലും സ്പെയിനുമെല്ലാം ഉണ്ട്. സമാനമായതെങ്കിലും കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ കൂടി പാലിക്കണം. ബെൽജിയത്തിലും ഗ്രീസിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പൗരത്വം ഉറപ്പിക്കാൻ പാലിക്കേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇരട്ട പൗരത്വം ഒഴിവാക്കുന്ന നിയമം വഴിയാണ് സ്പെയിൻ പോലെയുള്ള രാജ്യങ്ങൾ പൗരത്വത്തിൽ നിലപാടെടുത്തിരിക്കുന്നത്. സ്പെയിനിൽ ജനിക്കുന്ന കുഞ്ഞിന് മറ്റൊരു രാജ്യത്തും പൗരത്വമില്ലെങ്കിൽ സ്പാനിഷ് പൗരത്വം ലഭിക്കും.